സ്വാസികയുടെ എല്ലാം എല്ലാമായ പ്രേമം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട, ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. സ്വാസിക പറഞ്ഞ ആ ഒരു ഡോമിനേറ്റിംഗ് പവറാണ് ഇപ്പൊ വളരെ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. എനിക്കതിൽ യാതൊരു മിസ്റ്റേക്കും തോന്നിയിട്ടില്ല. കാരണം സ്വാസിക ആ ഒരു ഇന്റർവ്യൂവില് അവരുടെ ലൈഫിൽ അവരെങ്ങനെയായിരിക്കണം, അവരുടെ താല്പര്യം എന്താണ് എന്നുള്ള ഒരു പേഴ്സണൽ ചോയ്സ് മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല, ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായമുണ്ടല്ലോ, അപ്പോഴേ ഞാൻ തീരുമാനിച്ച. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, എന്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, ഇവരാരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കും അതിന്റെ റീസൺ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. പെർഫെക്റ്റ് സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം. അവര് ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം. കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വേറൊരു സംഭവമല്ല, അത് നോർമൽ ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ്. എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എൻ്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട. ഞാൻ ഇങ്ങനെയാണ് അവരെന്താണ് പറയുന്നത്, അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഭർത്താവിനെയാണ് അവർക്ക് ആഗ്രഹം. കാല് തൊട്ടൊക്കെ വന്ദിച്ച് ഒരു അടിമ, ആ ഒരു രീതിയിലാണ് അവർക്ക് താല്പര്യം. ഇത് മൂന്നാമതൊരാള് അനുകരിക്കണമെന്ന് പറയുന്നില്ല, കേൾക്കണമെന്ന് പറയുന്നില്ല. അവരുടെ ലൈഫ് അതാണ് അവർക്ക് താല്പര്യം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നവര് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ബേജാറാകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ലൈഫ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ സ്വാസിക ഒരു സെലിബ്രിറ്റിയാണ്, ഹസ്ബൻഡ് ഒരു സെലിബ്രിറ്റിയാണ്, ഭർത്താവും ഭാര്യയും ഒരുപോലെ തന്നെ പരസ്പര സ്നേഹത്തോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവരുടെ മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ തന്നെ ഭർത്താവ് പറയുന്നുണ്ട് സ്വാസിക ഇതുപോലെ കാല് തൊടും, പക്ഷെ അതേപോലെ തന്നെ ഞാൻ തിരിച്ചും തൊടാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഈക്വൽ ആയിട്ട് അവർ പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാല് അങ്ങനെ തൊടാറുണ്ടോ? അത് ചെയ്യാറുണ്ട്, പക്ഷെ ഞാനും തിരിച്ചു ചെയ്യും. ഇവിടെ സ്വാസികയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാസികയുടെ എല്ലാ ഇഷ്ടത്തിനും ഭർത്താവ് ഓക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്നുണ്ട്. നേരെ മറിച്ചാണെങ്കിലോ? പിന്നെ ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് സമത്വം നിലനിർത്തണം, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ കുറെയൊക്കെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്വാസിക പറഞ്ഞ ഒരു പ്രസ്താവന കുറെ ബാധിക്കുന്നത് എന്ന് പറയുന്നത് ഭാര്യമാർക്ക് തന്നെയായിരിക്കും. കാരണം പലരും ചിലപ്പോൾ പറയാം, കണ്ടോ ആ ഒരു സെലിബ്രിറ്റി ആയിരുന്നിട്ട് കൂടി സ്വാസിക അങ്ങനെ പറഞ്ഞു, പിന്നെ നിനക്ക് എന്താ അങ്ങനെ ആയാൽ എന്ന് പലരും ചിന്തിക്കാം. തിരിച്ചും ചോദിക്കാം, സ്വാസികയുടെ ആ ഒരു ലൈഫ് സ്റ്റൈലേ അല്ല വേറെയുള്ള വീട്ടമ്മമാർക്കുള്ളത്. ഇപ്പൊ കുടുംബം നോക്കാതെയും മദ്യപിച്ചും കയറി വരുന്ന ഒരു ഭർത്താവിനെ താന്നു വണങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ചെയ്യില്ല, ഒരു സ്ത്രീയും ചെയ്യരുത്. കാരണം ഭർത്താവ് കുടുംബം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ നാഥയായിട്ട് മാറേണ്ടത് ഒരു സ്ത്രീ തന്നെയാണ്. അപ്പോൾ സ്ത്രീ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ പറയുന്ന സ്വാസികയും അവരുടെ കരിയറിൽ തിരക്കാണ്, അവരുടെ കരിയർ ഗ്രോത്തിന്റെ പുറകെയാണ് സ്വാസികയുള്ളത്. അല്ലാതെ എപ്പോഴും ഭർത്താവിന്റെ കാല് തൊട്ട് വന്ദിച്ച് ഭർത്താവിന്റെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി വീട്ടിലിരിക്കുകയല്ല. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് സ്വാസിക അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ആ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞു. അത് അവരുടെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യമാണ്, അതിൽ നമുക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ ഭാര്യ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം എന്നിങ്ങനെയല്ല. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പര ബഹുമാനത്തോടെയും പരസ്പര സ്നേഹത്തോടെയും മുന്നോട്ട് പോകണം. അതിനാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അതല്ലാതെ ഭർത്താവ് ഭാര്യയെ അടിമയാക്കി വെക്കുക അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് മാത്രം ഭർത്താവ് കേൾക്കുക എന്നല്ല. പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പരിഗണനയോടെയും മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് അതൊരു കുടുംബമാകുള്ളൂ. ആ ഒരു സ്നേഹം കണ്ടിട്ട് വേണം നമ്മുടെ മക്കളും വളരാൻ, മുന്നോട്ടും അവർ പോകാൻ. എങ്കിലാണ് അത് മുന്നോട്ടുള്ള സൊസൈറ്റിക്ക് നല്ലതാകുള്ളൂ. അപ്പം ഇതിലൊന്നും വലിയ കാര്യമില്ല. അവരവരുടെ കുടുംബം എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരവരാണ്. അല്ലാതെ ഒരു സെലിബ്രിറ്റി വന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ അവരുടെ പേഴ്സണൽ പരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തെയും ആരെയും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പം അവരവരുടെ കുടുംബം എങ്ങനെ വേണം എന്നുള്ളത് അവരവര് തന്നെ തീരുമാനിക്കുക. നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുക.